അപ്പോൾ ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ് എലൈസ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസ്സേ. നമ്മൾ ഓൾറെഡി ഇത് ബയോകെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. നമുക്ക് മൈക്രോബയോളജിയിൽ ഒന്നോടെ പഠിക്കാം. നമുക്ക് റേഡിയോ ഇമ്മ്യൂണോ അസ്സേ, ഇമ്മ്യൂണോ ഫ്ലൂറസൻ എന്ന് പറയുന്ന പോലെ അനേകം ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഉണ്ട്. ഈ ഒരു എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസ്സേ മെയിനായിട്ടും എയ്ഡ്സ്, HIV, ഹെപ്പറ്റൈറ്റിസ് ബി മാർക്കേഴ്സ് എന്നിവ പോലുള്ള ഡിസീസസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു എൻസൈം ആണ് ഇതിന്റെ മെയിൻ ആള്. അങ്ങനെ നിങ്ങൾ ഓർക്കുക, എൻസൈം യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ പല കാര്യങ്ങളും ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ആൻഡ് ബിഫോർ ദാറ്റ് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു വാസ്റ്റ് ടോപ്പിക് ഉണ്ട്. അതെന്തായാലും നമ്മൾ എടുക്കുന്നതായിരിക്കും, കാരണം അത് കുറച്ച് വാസ്റ്റ് ടോപ്പിക്കാണ്. അതുകൊണ്ട് നമുക്ക് എലീസ പഠിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസ്സേ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് എന്താണ് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ പഠിക്കാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. എലീസ ഹാസ് ബീൻ അപ്ലൈഡ് വൈഡ്ലി ഫോർ ഡിറ്റക്ഷൻ ഓഫ് എ വെറൈറ്റി ഓഫ് ആന്റിബോഡീസ് ആൻഡ് ആന്റിജൻ. അതായത് ആന്റിബോഡീസിനെയും ആന്റിജനെയും ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസ്സേ എന്ന് പറയുന്നത്. നമുക്കൊരു ഇൻഫെക്ഷൻ വന്നു, അതിൽ ഏത് ആന്റിജൻ ആണോ ഏത് ആന്റിബോഡി ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസ്സേ എന്ന് പറയുന്നത്. സിമ്പിൾ ആൻഡ് നിയർലി ആസ് സെൻസിറ്റീവ് ആസ് റേഡിയോ ഇമ്മ്യൂണോ അസ്സേ. അതായത് റേഡിയോ ഇമ്മ്യൂണോ അസ്സേ പോലെ ഇതൊരു വേറൊരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. നമ്മൾ അപ്കമിങ് ആയിട്ടുള്ള ക്ലാസ്സസിൽ പഠിക്കും. ഇത് വളരെ സിമ്പിളും സെൻസിറ്റീവും ആണ്. ആൻഡ് വളരെ ചെറിയൊരു മൈക്രോലിറ്റർ, ഇറ്റ് റിക്വേഴ്സ് ഓൺലി മൈക്രോലിറ്റർ ക്വാണ്ടിറ്റീസ് ഓഫ് ടെസ്റ്റ് റീജൻ. അതായത് വളരെ ചെറിയ ഒരു മൈക്രോലിറ്റർ പോലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആന്റിജനെയോ ആന്റിബോഡിയോ അവിടെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് എലീസ, അതായത് ആ ഒരു എന്താണ് അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇമ്മ്യൂണോ ഫ്ലൂറസൻ എന്ന് പറയുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന്റെ സെയിം ആണെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എൻസൈം ആണ്. ഇമ്മ്യൂണോ ഫ്ലൂറസൻസിൽ ഒരു ഫ്ലൂറസൻ ഡൈ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കളറ് പ്രൊഡ്യൂസ് ചെയ്യും. പോസിറ്റീവ് ആണെങ്കിൽ അവിടെ കളർ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ ഒരു ടൈപ്പിൽ എന്താണ് കളർ പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ അത് പോസിറ്റീവ് ആണ്. അത് നമ്മളൊരു അതൊരു എക്സെപ്ഷൻ ആണ്, ഒരു ടൈപ്പ് ഓഫ് എലീസയിൽ നമ്മൾ പഠിക്കും. ആൻഡ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ആന്റിജൻ ആന്റിബോഡി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, നമ്മളിത് മെയിനായിട്ടും ഇമ്മ്യൂണോഗ്ലോബുലൻസിനെ IgG, IgA, IgM, IgE, IgD ഇമ്മ്യൂണോഗ്ലോബുലൻസിനെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാം. ഇത് സോളിഡ് ഫേസിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു മൈക്രോ ടൈറ്റർ പ്ലേറ്റ്, ഈ പ്രഗ്നൻസി കിറ്റിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലേറ്റ് ഇല്ലേ, ആ ഒരു ടൈപ്പ് ഓഫ് പ്ലേറ്റിലാണ് നമ്മൾ ഈ ഒരു എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസ്സേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് 4 ടൈപ്പ് ഉണ്ട്. സാൻഡ്വിച്ച് എലീസ ഉണ്ട്, ഇൻഡയറക്റ്റ് എലീസ ഉണ്ട്, കോമ്പറ്റേറ്റീവ് എലീസ ഉണ്ട്, ആൻഡ് കാസറ്റ് ഓർ സിലിണ്ടർ എലീസ വിത്ത് ദെയർ യൂസസ് ആണ്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് സാൻഡ്വിച്ച് എലീസയാണ്. നിങ്ങളിത് വായിച്ചു നോക്കുക, ഞാൻ പെട്ടെന്ന് തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ് ഈ ഒരു സാൻഡ്വിച്ച് എലീസ നമ്മൾ യൂസ് ചെയ്യുന്നത് ആന്റിജനെ ഡിറ്റക്ട് ചെയ്യാനാണ്. നമുക്ക് ഒരു ബ്ലഡ് സാമ്പിൾ തന്നു, അതിൽ ആന്റിജൻ ഉണ്ടോ എന്ന് നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സാൻഡ്വിച്ച് എലീസ എന്ന് പറയുന്നത്. ഇതാണ് ആ ഒരു സാൻഡ്വിച്ച് എലീസയുടെ ബെല്ല് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലേക്ക് നമ്മൾ എന്താ, for antigen detection in a specimen, the wells in a microtiter plate are coated with the specific antibody against antigen to be detected. അപ്പം നമ്മൾ ഒരു മൈക്രോടൈറ്റർ പ്ലേറ്റ് എടുത്തു, അതിൻ്റെ ബെല്ലിൽ എന്താണ് ആൻറ്റിബോഡി കോട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്താ ആഡ് ചെയ്തതെന്നറിയോ, ആ ഒരു സെറം ആഡ് ചെയ്തു. നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട സെറം ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താണ് ഒരു ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടക്കും. അപ്പോൾ ആ ഒരു ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടക്കണമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്താണ് ആന്റി സെറം കോൺജുഗേറ്റഡ് എൻസൈം ആഡ് ചെയ്തു. എന്താണ് ആന്റി സെറം കോൺജുഗേറ്റഡ് എൻസൈം നമ്മൾ ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഇവർ തമ്മിൽ എന്താണ് ഒരു ബൈൻഡിങ് നടക്കും. ആ ഒരു ബൈൻഡിങ് നടത്തണമെന്ന് നമുക്ക് കാണാൻ വേണ്ടി നമ്മളൊരു സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യും. അങ്ങനെ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു കളർ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ കളർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കത് പോസിറ്റീവ് ആണ്
നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആൻഡ് എപ്പോഴും എന്താണ് ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് വാഷ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പം ഇവിടെ ഒന്നുമില്ല. ഇവിടെ നമ്മൾ ആദ്യം ഇവിടെ മെയിനായിട്ട് സാൻഡ്വിച്ച് എലീസയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻറ്റിജനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളൊരു മൈക്രോ ടൈറ്റർ പ്ലേറ്റ് എടുത്തു, അതിൻ്റെ വെൽസിൽ എന്താണ് ആൻറ്റിബോഡി കോട്ട് ചെയ്തു, എന്നിട്ട് സെറം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ അതിൽ ആൻറ്റിജൻ നമുക്ക് വേണ്ട ആൻറ്റിജൻ അല്ല, അതായത് നമുക്കൊരു ഡിസീസ് ഉണ്ടെങ്കിൽ ഇന്നൊരു ആൻറ്റിജൻ ആയിരിക്കുമല്ലോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന. ആ ഒരു ആൻറ്റിജൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവിടെ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കും. അതിനെതിരായിട്ട് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ അങ്ങനെ റിയാക്ഷൻ നടക്കും. അപ്പം ഇത് കാണാൻ വേണ്ടി നമ്മൾ ആൻറ്റിസെറം കോൺജുഗേറ്റഡ് എൻസൈം ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പം അവർ തമ്മിൽ ബൈൻഡ് ചെയ്യും. ഈ ഒരു എൻസൈമും ഈ ഒരു സെറത്തിലുള്ള ആൻറ്റിജനും തമ്മിൽ ബൈൻഡിങ് നടക്കും. അപ്പോൾ ഈ ഒരു ബൈൻഡിങ് കാണാൻ വേണ്ടി നമ്മളൊരു സബ്സ്ട്രേറ്റ് അതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കളർ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ കളർ പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് എന്താണ് അത് പോസിറ്റീവ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, അതാണ് സാൻഡ്വിച്ച് എലീസ. ഇൻഡയറക്റ്റ് എലീസ എന്ന് പറയുന്നത് തൊട്ട് ഓപ്പോസിറ്റ് ആണ്. സാൻഡ്വിച്ച് എലീസ എന്താണ്, നമ്മൾ ആൻറ്റിജൻ ആണ് ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ ഇൻഡയറക്റ്റ് എലീസ എന്താണ് ആൻറ്റിബോഡിയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. സെയിം സ്റ്റെപ്പാണ്, പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കോട്ട് ചെയ്തേക്കുന്നത് എന്താണ് ആൻറ്റിജനെയാണ് കോട്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ സെറം അതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് അവർ നമ്മൾ റിയാക്ഷൻ നടത്തും. അപ്പോൾ ആ ഒരു റിയാക്ഷൻ കാണാൻ വേണ്ടി നമ്മൾ ആൻറ്റി ഹ്യൂമൻ ഇമ്മ്യൂണോഗ്ലോബുലിൻ ആൻറ്റിബോഡി കോൺജുഗേറ്റഡ് വിത്ത് ആൻ എൻസൈം ആഡ് ചെയ്തു. ഈ ഒരു പേര് അപ്പുറത്തും ഇപ്പുറത്തും മീൻസ് സാൻഡ്വിച്ച് എലീസയിൽ വേറെയാണ്, ഇവിടെ നമ്മൾ വേറൊരു എൻസൈം ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ തമ്മിലൊരു ബൈൻഡിങ് അറിയണമെങ്കിൽ നമ്മൾ എന്താണ് ഒരു സബ്സ്ട്രേറ്റ് അവിടെ ആഡ് ചെയ്തു. അങ്ങനെ അവിടെ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് അവിടെ ഒരു കളർ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ കളർ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ എന്താണ് ആ ഒരു കളർ പ്രൊഡ്യൂസ് ചെയ്ത അത് മെയിനായിട്ട് അവിടെ പോസിറ്റീവ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ എൻസൈംസ് ഹോഴ്സ് റാഡിഷ് പെറോക്സിഡേസ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് പ്രൊഡ്യൂസ് യെല്ലോ കളർ ഓഫ് ഫിനൈൽ ഡയമൈൻ ക്ലോറൈഡ് ഫോർ പെറോക്സിഡേസ് ഗീവ് റൈസ് ടു. അപ്പം ഇതൊക്കെ എന്താണ് എൻസൈംസ് ആണ്. ഇതെന്താണ് യെല്ലോ കളറൊക്കെയാണ്. ഓക്കെ, ഇനിയുള്ളതാണ് കോമ്പറ്റേറ്റീവ് എലീസ. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാ, നമ്മളെ HIV ആൻറ്റിബോഡീസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നേരത്തെ രണ്ടിലും കളർ പ്രൊഡ്യൂസ് ചെയ്യായിരുന്നു, ഇവിടെ എന്താണ് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി അവിടെ കളർ പ്രൊഡ്യൂസ് ചെയ്താൽ എന്താണ് അവിടെ നെഗറ്റീവ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ടു സ്പെസിഫിക് ഇവിടെ കോമ്പറ്റേറ്റീവ് എലീസ എന്ന് പറയുമ്പോൾ നമ്മളൊന്നുമില്ല, നമുക്കത് ഒന്നോടെ നോക്കാം. അതായത് നമ്മളൊരു ഇവിടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന രണ്ടിലും ഇവിടെ രണ്ട് ആൻറ്റിബോഡി തമ്മിലാണ് കോമ്പറ്റീഷൻ നടക്കുന്നത്. ഇവിടെ ഓൾറെഡി നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ആ ഒരു സെറം നമ്മൾ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു സെറത്തിന് നമ്മൾ 37 ഡിഗ്രി സെൽഷ്യസിൽ ഇൻക്യുബേറ്റ് ചെയ്തു. അതായത് ബ്ലഡ് ആണെന്ന് വെക്കുക, ആ ബ്ലഡിന് നമ്മൾ 37 ഡിഗ്രി സെൽഷ്യസിൽ ഇൻക്യുബേറ്റ് ചെയ്തു. ഇവിടെ ഓൾറെഡി ആൻറ്റിജനുമായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ടാവും, നമ്മളത് ആഡ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് അവിടെ എന്താണ് ഒരു ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കും. എന്നിട്ട് അതിനു പുറമെ നമ്മൾ വേറൊരു ആൻറ്റിബോഡി ഇതിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് ഓൾറെഡി ഉണ്ടായിരുന്ന ആൻറ്റിബോഡി ആഡ് ചെയ്ത ആൻറ്റിബോഡിയും തമ്മിൽ എന്താണ് കോമ്പറ്റീഷൻ നടക്കും. അങ്ങനെ അവിടെ കളറ് പ്രൊഡ്യൂസ് ചെയ്യാതെ വരും. ഓക്കെ, ഇനിയുള്ളതാണ് കാസറ്റോ സിലിണ്ടർ എലീസ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയത്ത് തന്നെ ഒന്നിൽ കൂടുതൽ എന്താണ് സ്പെസിമെൻ അല്ലെങ്കിൽ സാമ്പിളിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ബാക്കി 3 മൈക്രോ ടൈറ്റർ പ്ലേറ്റിലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് എന്താണ് പെട്ടെന്ന് നമുക്ക് ഇത് കിട്ടും, ഇത് റാപ്പിഡാണ്. മറ്റേ 3 കേസസിലും 2 തൊട്ട് 4 മണിക്കൂർ വരെ വേണം. ഇവിടെ നമുക്ക് 10 മിനിറ്റും കൊണ്ട് നമുക്ക് എന്താ പറയുക ഇത് യൂസ് ചെയ്തിട്ട് നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് കണ്ണും കൊണ്ട് തന്നെ ഇത് കാണാനായിട്ട് പറ്റും. ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് എന്താണ് HIV ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ആൻറ്റിബോഡീസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സ്പെസിഫിക് ടൈപ്പ് 1 ആൻഡ് 2 ആൻറ്റിജൻസ് ആർ ഇമ്മൊബിലൈസ്ഡ് ഓൺ നൈട്രോസെല്ലുലർ മെംബ്രെയിൻ ഇൻ കാസറ്റ്. ഒരു കാസറ്റ് അല്ലെങ്കിൽ ഒരു സിലിണ്ടറിൽ എന്താണ്
ഒരു ടൈപ്പ് 1 ടൈപ്പ് 2 ആൻറ്റിജനെ ഇമ്മൊബിലൈസ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ എന്താണ് കളർ സ്പോട്ട് ആണുള്ളത്. ഓക്കെ, കളർ സ്പോട്ട് ഉണ്ടെങ്കിൽ അവിടെ അത് പോസിറ്റീവ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ഓവറോൾ ഒരു എലീസയുടെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റക്ഷൻ ഓഫ് ആൻറ്റിജൻ ആൻഡ് ആൻറ്റിബോഡി, detection of tuberculosis antibody, detection of HIV antibody, detection of hepatitis B markers in serum, detection of rotavirus in feces, and detection of Escherichia coli and enterotoxin in fishes. അപ്പോൾ നമ്മളിന്ന് പഠിച്ചതെന്ന് പറയുന്നത് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻ്റ് അസ്സേ ആണ്. വളരെ സിമ്പിളാണ്, ഇമ്പോർട്ടൻറ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഏതെങ്കിലും ഒരു ആൻറ്റിബോഡിനെയോ ആൻറ്റിജനെയോ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഈ ഒരു എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻ്റ് അസ്സേ എന്ന് പറയുന്നത്. ഇത് സിമ്പിളാണ്, സെൻസിറ്റീവ് ആണ്. നമ്മൾ മൈക്രോ ടൈറ്റർ ഈ പ്രഗ്നൻസി കിറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു പ്ലേറ്റിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. സാൻഡ്വിച്ച് എലീസയുണ്ട്. അത് മെയിനായിട്ടും എന്താണ്, നമുക്ക് ആൻറ്റിജനെ കണ്ടുപിടിക്കാൻ വേണ്ടി, ഇൻഡയറക്റ്റ് എലീസ എന്ന് പറയുന്നത് ആൻറ്റിബോഡീനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. രണ്ടിൻ്റെയും സെയിം സ്റ്റെപ്പാണ്, ജസ്റ്റ് ആ ഒരു എൻസൈംസ് തമ്മിൽ മാറ്റം ഉണ്ടെന്നുള്ളൂ. പിന്നെ ഉള്ളതാണ് കോമ്പറ്റേറ്റീവ് എലീസ. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ആൻറ്റിബോഡീസിനെ തമ്മിൽ എന്താണ് കോമ്പറ്റീഷൻ വെച്ച് നടക്കും. അപ്പോൾ ബാക്കി രണ്ടെണ്ണത്തിലും, അതായത് ഇൻഡയറക്റ്റിലും അതുപോലെ തന്നെ ഇതിലാണ് നമ്മുടെ സാൻഡ്വിച്ച് എലീസയിലും കളർ പ്രൊഡ്യൂസ് ചെയ്ത് അത് പോസിറ്റീവ് ആണെന്നും, അതുപോലെ തന്നെ ഈ ഒരു കോമ്പറ്റേറ്റീവ് എലീസയിൽ കളർ പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലാണ് അവിടെ പോസിറ്റീവ്. പിന്നെ കാസറ്റ് എലീസ എന്ന് പറയുന്ന റാപ്പിഡ് ആണ്. മറ്റു മൂന്നിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് 10 മിനിറ്റ്സിനുള്ളിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടൈപ്പ് 1 ടൈപ്പ് 2 HIV ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ കുറേ എൻസൈംസ്, പെറോക്സിഡേസ്, ആൽക്കലൈൻ ഫോസ്ഫേറ്റ്സ് ഒക്കെ യെല്ലോ കളറാണ് തരുന്നത്. ആൻഡ് ലാസ്റ്റ് സിലിണ്ടർ ഓർ കാസറ്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ടും സിലിണ്ടറിലാണ് അത് മെയിനായിട്ടും അത് യൂസ് ചെയ്യുന്നത്. കളേർഡ് സ്പോട്ട് തരും. പിന്നെ മൊത്തത്തിലുള്ള എലീസയുടെ യൂസാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. എല്ലാവരും നല്ലപോലെ പഠിക്കുക ആൻഡ് സ്റ്റഡി വെൽ. നമുക്ക് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു വൈഡ് ടോപ്പിക് ഉണ്ട്. അത് നല്ലപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, നമുക്ക് പഠിക്കാം. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക് മൈ ചാനൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. താങ്ക് യു.